ഖദീജ ബീവി, ആയിഷ ബീവി ഭർത്താവിനെ വിളിച്ചത് യാ റസൂലല്ലാഹ് എന്നാണ്. അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്തത്. നമ്മൾ സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ നിന്ന് ഉമ്മയും വാപ്പയും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ അവസാനത്തെ വഴിയും തേടുകയാണ്. നിങ്ങളുടെ അമാലുകൾ എല്ലാ ദിവസവും എനിക്ക് വെളിവാക്കപ്പെടുന്നു എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ എന്നോടൊരു കാര്യം പറഞ്ഞാല് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സാരല്ല നോക്കും, രണ്ടാം പ്രാവശ്യവും സാരല്ല നോക്കും, മൂന്നാം തവണ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് കേൾക്കാതെ നമ്മൾ സ്ഥിരമായി ചെയ്തിട്ടും എല്ലാ ദിവസവും എന്റെ ഉമ്മത്തികളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുകയും അവർക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മഹ്ശറിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണണം നബിയേ, ഞാൻ അതിനെവിടെയാണ് അന്വേഷിക്കേണ്ടത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മ തിന്മകൾ എഴുതിയിട്ടുള്ള ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ സമീപത്ത് ഞാൻ ഉണ്ടായിരിക്കും. സഹാബ, നിങ്ങൾ അവിടെ എന്നെ അന്വേഷിക്കണം. പുണ്യനബിയെ, അവിടെയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഹൗൽ കൗസർ എന്ന അനുഗ്രഹീത പാനീയത്തിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കും. സഹാബ, പുണ്യനബിയെ, മാണിക്കല്ലേ, എനിക്ക് നിങ്ങളെ മഹ്ശറിൽ വെച്ച് കാണാതിരിക്കാൻ കഴിയില്ല പ്രവാചകരെ. അതുകൊണ്ട് ഹൗദിന്റെ സമീപത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് തിരയേണ്ടതെന്ന് ആ സഹാബി വര്യൻ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സഹാബ, സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വെച്ച് നിങ്ങളെന്നെ കാണാതിരിക്കില്ല സഹാബ. ഉമ്മയും വാപ്പയും മക്കളെ തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. ഉമ്മയും വാപ്പി മക്കളെ നോക്കും, മക്കളും ഉമ്മാരും വാപ്പാരും നോക്കും, പക്ഷെ നോക്കുന്നത് പാലം കടന്നിട്ടുള്ളൂ. പാലം കടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ഉമ്മത്തിനെ നോക്കുമെങ്കിൽ അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു. ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ അവനെ രക്ഷപ്പെടുത്തി അവനെ രക്ഷപ്പെടുത്തി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മഹർഷം തുടികൊട്ടുന്ന നാടിലെ ഏക പ്രതീക്ഷയാണ് ത്വാഹ നബി. ഉമ്മാക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഉപ്പാക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഒരു മുഅ്മിനായ മനുഷ്യന് പ്രധാനമാണ് മുഹമ്മദ് മുസ്തഫ. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. ആർക്കും അങ്ങോട്ടെത്താൻ കഴിയില്ല. ഏതൊരാളും എത്ര ശ്രമിച്ചാലും അങ്ങോട്ടെത്താൻ കഴിയില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, എന്നെ കുറിച്ച് ആരെങ്കിലും മോശമായി വല്ലതും പറയുന്നത് കേട്ടാൽ നിങ്ങളത് എന്നോട് പറയരുത് സഹാബ. നിങ്ങളെ കുറിച്ച് മനസ്സിൽ ഒരു ദേഷ്യവും ഇല്ലാത്തവനായി, ഒരു കറയും ഇല്ലാത്തവനായി എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹാബ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയിച്ച എല്ലാ മനുഷ്യന്മാരും വിജയിച്ചത് നബിയോടുള്ള ഹൃദയബന്ധം കൊണ്ടാണ്. പരാജയപ്പെട്ട മുഴുവൻ ആളുകളും പരാജയപ്പെട്ടതും ആ ഹൃദയബന്ധം തകർന്നപ്പോഴാണ്. ഈമാനിന്റെ കമാലിയത്ത് നബി തങ്ങളോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്.
ഈമാന്റെ കമാലിയത്ത് ഒരാൾക്ക് നിഹിതങ്ങളിൽ എത്രമാത്രം താല്പര്യമുണ്ടോ അതിനനുസരിച്ചാണ് ഈമാൻ കമാലിയത്തിലേക്ക് പോകുന്നത്. ഏറ്റവും കാമിലായ ഈമാനിന്റെ ഉദാഹരണമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മഹാനവറുകൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല, വിഗ്രഹത്തിന് മുമ്പിൽ ആരാധിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല. ഒരു കച്ചവടത്തിന് വേണ്ടി പോയ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ചന്ദ്രനില്ലാത്ത ഒരു സമയത്ത് ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയതിനു ശേഷം മക്കയിലെ ഓരോ പ്രധാനപ്പെട്ട വീടുകളിലേക്ക് ഓരോ കഷ്ണം. വീണ്ടും ആ ചന്ദ്രൻ പഴയതുപോലെ കൂടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിലേക്ക് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ അണഞ്ഞൂട്ടിട്ട് പിടിച്ചപ്പോൾ ഉണർന്നു. അതാണ് കണ്ട സ്വപ്നം. പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവിടെ. ആ പുരോഹിതനെ സമീപിച്ചുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു, താൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു. ഇതൊരു സാധാരണ സ്വപ്നമല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതിന്റെ തഅബീർ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അവസാനത്തെ പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുമെന്നുമാണ് ഈ സ്വപ്നത്തിന്റെ തഅബീർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്നു. നാട്ടിലെത്തിയപ്പോ അബൂജാഹിൽ സിദ്ദീഖ് തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുൽ കഅബ നിങ്ങൾ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാല് നിങ്ങളെ വലിയ സുഹൃത്തുണ്ടല്ലോ, അവൻ നബിയാണ് അത്രേ എന്ന് പറഞ്ഞു. ഓനവന്റെ റബ്ബ് നബിയാക്കിയിട്ടുണ്ട് അത്രേ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയിട്ട് നന്നായി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അതേ സത്യമാണ്, അള്ളാഹു എന്നെ നബിയായി നിയോഗിച്ചിരിക്കുന്നു. എന്നാൽ അബ്ദുൽ കഅബ അത് വിശ്വസിച്ചിരിക്കുന്നു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ദീനിലേക്കുള്ള വരവ്. അബ്ദുൽ കഅബ എന്ന് പഴയ പേരാണ്, അബൂബക്കർ എന്ന് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇട്ട പേരാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവായ അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങളുടെ എളാപ്പയോ മൂത്താപ്പയോ ആയ അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരലാകുന്നു. എന്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആവലാണ് എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂല് ചോദിച്ചു, അതല്ലയോ സിദ്ദീഖ്, നിങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിമാകുന്നതിൽ എന്താണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ, അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. എന്റെ വാപ്പ അബൂ ഖുഹാഫ വരുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നിങ്ങളെ മുത്താപ്പ് വരലല്ലേ, അതുകൊണ്ട് എനിക്കും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ മുത്താപ്പ് വരലാകുന്നു എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. ഈമാനിന്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടുള്ള താല്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈമാനിന്റെ കമാലിയത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പുണ്യനബിയിലുള്ള താല്പര്യം നഷ്ടപ്പെടലാണ്. ആ താല്പര്യം പോകും. താല്പര്യം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുള്ളത് ഒന്ന് റമദാൻ മാസത്തിലും പിന്നൊന്ന് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം നബിതങ്ങൾ സാധാരണ മനുഷ്യനാണോ അല്ലയോ എന്നതായിരിക്കും. നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ ആയി കിട്ടായിട്ട് ചിലവർക്ക് ഭയങ്കര ഇടങ്ങേറായിക്കാരം. അതിന് ആയത്തും ഹദീസൊക്കെ തരും. എന്താ വിഷയം? ഈമാനിന്റെ കമാലിയത്ത് കുറഞ്ഞു വന്നാൽ നബിതങ്ങളുള്ള താല്പര്യം നഷ്ടപ്പെടും. ഈമാനിന്റെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഷിത്തിലാണ് ഈമാനിന്റെ കമാലിയത്ത് നിലകൊള്ളുന്നത്. ഈമാന്റെ കമാലിയത്ത് അവിടെയാണ്. കാമിലായ ഈമാനിന്റെ ഉദാഹരണം എവിടെ പരിശോധിച്ചാലും ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ വർധനവ് എന്ന് കരുതിയിട്ടല്ലാതെ എന്റെ ഭാര്യയെ സമീപിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓരോ ആളുകൾ നമ്മൾ പരിശോധിച്ചാലും ഇതാണ് കാണാൻ കഴിയുന്നത്, നബിതങ്ങളോടുള്ള താല്പര്യം. അള്ളാഹിന്റെ റസൂല് വഫാത്തായ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. മദീനയുടെ അതിർത്തിയിലാണ് മഹാനവറുകളുടെ ഭാര്യ വീടുള്ളത്. നബിതങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ടെന്ന് തോന്നിയപ്പോ മദീനയുടെ അതിർത്തിയിലുള്ള ഭാര്യ വീട് സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച
ആയിഷ ബീവിന്റെ വീടിന് മുമ്പിൽ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ വീടിന്റെ മുൻവശത്തിൻ വാതിലിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വാള് മൂരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് വാൾ ഊരിപ്പിടിച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഈ വാൾ കൊണ്ട് അവന്റെ ശിരസിനെ ഞാൻ ഛേദിക്കും. ഓന്റെ ഉടലുമ തല ഉണ്ടാവൂല എന്ന് നമ്മളെ ഭാഷ പറഞ്ഞാല്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ഉടലുമ തല ഉണ്ടാവൂല എന്നും പറഞ്ഞിട്ട് വാളേറ്റ് നിൽക്കുകയാണ്. ഇനി ആരവിടെ പറയും? അപ്പോഴാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ നേരെ അകത്തേക്ക് കയറിപ്പോയി കട്ടിലിൽ നബി തങ്ങൾ കിടക്കുന്നു. മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് വഫാത്തായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം 2 കണ്ണുകളിലും ചുംബനമർപ്പിച്ച് മൂടിയിട്ടിരുന്ന തുണി അതുപോലെ മടക്കിയിട്ടുകൊണ്ട് പുറത്തു വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ഉമറേ, ഈ കൂടിയതിൽ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുന്നു. എന്നാൽ ഈ കൂടിയതിൽ ആരെങ്കിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെന്നും ബാക്കിയാകുന്നവനും ശേഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് വാൾ ഉറയിലിടൂ ഉമറേ എന്ന് പറഞ്ഞപ്പോ ആ വാൾ ഉറയിലിട്ട് കണ്ട് അവിടുന്ന് പോയി എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഞാനിത് പറയാൻ കാരണം, ഉമർ റളിയല്ലാഹു അൻഹു വാൾ ഊരിയിട്ട് നബി തങ്ങൾ കിടക്കുന്ന വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ ശിരസ് ഛേദിക്കുമെന്ന് പറഞ്ഞത് സ്വർഗത്തിൽ പോവാനാണോ നരകത്തിൽ പോവാനാണോ എന്ന് ചോദിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് സ്വർഗത്തിൽ പോവാനാണ് എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് സ്വർഗത്തിൽ പോവാനാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ വഫാത്തായ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. തന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാന്റെ അടുത്ത് മോൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാ, ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് വാപ്പാ, വിഷമകരമായ ഒരു വാർത്തയുണ്ട്. വാപ്പ ചോദിച്ചു, മോനെ, എന്താണ് വിഷമകരമായ വാർത്ത? തൂഫിയ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ വഫാത്തായിരിക്കുന്നു വാപ്പാ, അതാണ് ദുഃഖകരമായ വാർത്ത. കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വെച്ചിട്ട് 2 കരങ്ങളും ഉയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ ഹത്താ അറാ ബഅദ ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദാ. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ റബ്ബേ. അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്കിനി ദുനിയാവിൽ ആരെയും കാണേണ്ടതില്ല അല്ലാ. കണ്ണുപൊട്ടനെ കൊണ്ടുവരുന്നത് പോലെ കയ്യും പിടിച്ച് ആ മോനെ വാപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ണ് പൊട്ടട്ടെ എന്ന് തോന്നുന്ന അബ്ദുല്ലാഹി ഇബ്നു സൈദ് സ്വർഗത്തിൽ പോവാനാ നരകത്തിൽ പോവാനാ അങ്ങനെ പറഞ്ഞത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു സൈദിന്റെ ആ ഒരൊറ്റ ദുആ മതി സ്വർഗത്തിൽ പോവാനെന്നാണ്. വിജയിച്ച എല്ലാ മനുഷ്യന്മാരും നബിതങ്ങളോടുള്ള താല്പര്യത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദർസ് നടത്തുകയാണ്. ഇമാം ശിബിലി, അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു വലിയ മുദരിസായിരുന്നു, വലിയ മഹാനാണ്. മഹാനവറുകൾ ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യാ ശിബിലി കുൻ മിസ്ലി എന്ന് പറയുന്നത് കേട്ടു. ശിബിലിയെ, എന്റെ പോലെ ആയിക്കോ, എന്റെ മാതിരി ആയിക്കോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി 4 ഭാഗത്തേക്ക് ഇങ്ങനെ തെരഞ്ഞു നോക്കി, ആരാ നോക്കുമ്പോ ആരുമില്ല. വീണ്ടും നടന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, യാ ശിബിലി കുൻ മിസ്ലി, ശിബിലി നീ എന്നെ പോലെയാവും. വീണ്ടും തെരഞ്ഞു നോക്കുമ്പോ ആരും കാണാനില്ല. 3-ാം പ്രാവശ്യവും കേട്ടു. ശ്രദ്ധിച്ചു നോക്കുമ്പോ കാലിനടിയിലെ മണ്ണാണ് പറയുന്നത്, യാ ശിബിലി കുൻ മിസ്ലി.
ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, പലപ്പോഴും ഒരു മണ്ണിന്റെ ഗുണം പോലും ഇല്ലാത്തവരായി നമ്മൾ മാറുന്നു സഹോദരങ്ങളെ എന്ന് ശിബിലി ഇമാം. എന്താ മണ്ണിന്റെ ഗുണം? മണ്ണിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ മലമൂത്ര വിസർജനം നടത്തി മറക്കിരുന്ന് പോന്നാൽ പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോ ഭൂമി അതിനെ മണ്ണിട്ട് മറച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരുടെയും മുഴുവൻ അയവുകളും അറിയുന്നത് മണ്ണാണ്, ഭൂമിയാണ്. ഭൂമി അറിയാതെ ഒരു കാര്യം ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇന്ന് വരെ ഭൂമി അത് ആരോടും പറഞ്ഞിട്ടില്ല.